ട്രംപിനെയും മോദിയെയും ഒരു ത്രാസിലിട്ട് തൂക്കിയാൽ ഒരുപോലെ നിൽക്കുമോ? ആരുടെ തട്ടായിരിക്കും ഉയർന്നു നിൽക്കുക, ആരുടെ തട്ടായിരിക്കും താഴ്ന്നു നിൽക്കുക? ഒരുപോലെ നിൽക്കുന്നില്ല. ആ മോഡിയുടെ തട്ട് തന്നെതാണ്. മോഡിക്ക് വേറെ താല്പര്യങ്ങളില്ല, ഫാമിലി ഇല്ല. അയാൾക്ക് ഒറ്റ താല്പര്യമുള്ള ഹിന്ദു. അത് ഞാൻ കൃത്യമായി പറയാം, ഹിന്ദു ഇന്ത്യ. ഒന്നാമത്തെ ഹിന്ദു തന്നെയാണ്, രണ്ടാമത്തെ ഇന്ത്യയാണ്. ഇതാണ് മോഡി. പക്ഷേ ട്രംപ് അങ്ങനെയല്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് കൃത്യമായിട്ടുള്ള ബിസിനസ് ഉണ്ട്, ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ബിസിനസ്സിന് വേണ്ടി അയാൾ വേണം രാജ്യത്തിന് സ്വന്തം താല്പര്യങ്ങൾ. അത് തന്നെ സാക്രിഫൈസ്. ഇപ്പോൾ റഷ്യ ആയിട്ട് എന്താ ബന്ധം? റഷ്യ ആയിട്ട് അങ്ങനെ നല്ല ബന്ധം എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എനിക്കൊരു റഷ്യൻ സ്നേഹമുണ്ട്. രണ്ട് ലോക സമാധാനത്തിനും അത് നല്ലതാണ്. വലിയ ഭീഷണി ഇല്ലാതെ കാര്യങ്ങൾ നടന്നു. നമുക്ക് വലിയ ശല്യം ഉണ്ടാവും. എണ്ണയുടെ വില കൂടില്ല. മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് റഷ്യ എന്നാണ്. അമേരിക്ക അത് ഉപരോധം കൊണ്ടുവരും. അപ്പോൾ ഇയാളായതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ ആഫ്റ്റർ ഓൾ എന്ന് പറഞ്ഞാൽ മോഡിയായിട്ട് ഇയാളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇയാൾ ബിസിനസ്സുകാരാണ്, ബിസിനസ് താല്പര്യങ്ങളേ ഉള്ളൂ. അതിനുവേണ്ടി മൂപ്പർ എന്തും ചെയ്യും. ബാക്കിയെല്ലാം മൂപ്പർ ഈ ക്യാമറയ്ക്ക് വേണ്ടി കളിക്കുന്ന കളിയാണ്, വോട്ട് കിട്ടാൻ വേണ്ടി. തീവ്ര വലതുവശത്തിന് ഇപ്പോൾ ഒരു സ്വാധീനമുണ്ട്, അതിനുവേണ്ടി കളിക്കുന്ന കളിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. മോഡി അങ്ങനെയല്ല. മോഡിയുടെ മുന്നിൽ ഒരു മിഷനുണ്ട്. മോഡിയുടെ മിഷൻ വെച്ചാൽ ഇന്ത്യ ഒന്ന് ഹിന്ദുസിനെ ശക്തിപ്പെടുത്തണം, രണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുവരണം. ഈ രണ്ട് കാര്യത്തിൽ മോഡിയെ സംബന്ധിച്ചിടത്തോളം കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ്. അതിന് മോഡിയെ സഹായിക്കുന്നതിനൊന്നും മോഡി കുടുംബമല്ല എന്നുള്ളത്. രണ്ട് മോഡി RSSന്റെ ആ ഒരു പ്രചാരകനായിരുന്നു. അങ്ങനെ ഇൻവൈവ് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. മോഡി എല്ലാ ഇന്ത്യക്കാരെ ഒരുപോലെ കാണുന്നതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാക്കി അംഗീകരിക്കുക. അങ്ങനെയൊന്നും അദ്ദേഹം കാണുന്നില്ല. പക്ഷേ ആരെയും മോശക്കാരായി കരുതുന്നില്ല. പ്രയോറിറ്റി ഹിന്ദുസിന് കൊടുക്കുന്നുണ്ട്. അത് സത്യമാണ്. അത് ഞാൻ അതിൽ തെറ്റൊന്നും കാണില്ല. ദിസ് ബേസിക്കലി ഹിന്ദു നാഷൻ. പിന്നെ ഈ മുഖ്യധാരയുടെ ഭാഗമായി മറ്റവരെ അടിച്ചമർത്തുന്നില്ല ഇല്ല. എന്നുവെച്ചാൽ ഈ പറയുന്ന പോലെ ഹിന്ദു നാഷന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് ഇവിടെ മൈനോറിറ്റീസിന്റെ അവരുടെ ചുമതലയെന്ന് ഞാൻ പറഞ്ഞത് ധാർമ്മികമായിട്ട് ഉത്തരവാദിത്തമാണ്. ഇവിടെ മെജോറിറ്റി തെളിയിക്കുന്നത് ഹിന്ദു ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. വേറെ ഏത് രാജ്യത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക? യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്നല്ലേ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇന്ത്യയിൽ എന്ന് തുടങ്ങിയാണ്? ഇവിടെ ജീസസിന്റെ കാലം തൊട്ടേ, അതിന് മുമ്പേ തുടങ്ങിയതാണ്. ഇവിടെ ഈ അവിടെയുള്ള യൂറോപ്പിലുണ്ടായിരുന്ന യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന വെസ്റ്റ് ഏഷ്യ പല മതങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ജൂതന്മാർ വന്നു, ക്രിസ്ത്യാനിറ്റി വന്നു. ഇവിടെ ഹിന്ദുക്കളെക്കാട്ടും വലിയ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുത്തത്. സാമൂതിരി ഹിന്ദുക്കളെക്കാട്ടും വലിയ ഇമ്പോർട്ടൻസ് ആണ് മുസ്ലിങ്ങൾക്ക് കൊടുത്തത്. മനസ്സിലായില്ലേ? കൊച്ചിയിലെ രാജാക്കന്മാരും കൊല്ലത്തെ രാജാക്കന്മാരൊക്കെ സ്ത്രീയും ക്രിസ്ത്യാനിക്കും ജൂതന്മാർക്ക് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഇല്ലാത്ത വില കൊടുത്തിരുന്നു. അത് ഇവിടെ മാത്രമേ നടക്കുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് എഴുതാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഇവിടെയുള്ള മൈനോറിറ്റിക്ക് ഉണ്ട്. അതുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലായില്ലേ? അത് അല്ലാതെ അതല്ലാതെ നിങ്ങൾ യൂറോപ്പിൽ ഇങ്ങനെയാണ് മറ്റു മതങ്ങളെ പെരുമാറുന്നത്, അങ്ങനെയാണ് മറ്റേതെന്ന് പറഞ്ഞത്, അങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ അങ്ങനെ വേറെ മതത്തിന്റെ പ്രചാരണം അവരെ അനുവദിക്കുമോ? ഇപ്പോഴല്ലേ ചില സ്ഥലങ്ങൾ പള്ളി ഉണ്ടാക്കാൻ സമ്മതിച്ചുള്ളൂ. യൂറോപ്പിൽ എങ്ങനെയായാലും സ്വന്തം വിവാദം എടുത്ത പ്രൊട്ടസ്റ്റന്റുകാരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്കരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജൂതന്മാരെ കത്തോലിക്കരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവിടെ ആ കാലഘട്ടത്തിൽ അങ്ങനെ നടന്നപ്പോൾ നമ്മൾ ഇതിനൊക്കെ പാഠം പഠിപ്പിച്ചു കൊടുത്ത ആളുകളാണ്. അപ്പോൾ മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി പറഞ്ഞത് വളരെ കൃത്യമാണ്. മോഡിക്ക് ഇന്ത്യയാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് മോഡിയുടെ തട്ടപ്പോഴും താഴ്ന്നു തന്നെയാണ്. ട്രംപും മോഡി ഒരു കമ്പാരിസൺ ഒന്നുമില്ല. ഇങ്ങനെ വർത്താനം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ആദ്യ ടൈം വന്നതല്ലേ, ഉള്ള ഇൻഷുറൻസ് സ്കീം പോലും എടുത്ത് മാറ്റിയതാണ്. പിന്നെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി ഇങ്ങനെ നിലനിർത്തും, അത്രയേ ഉള്ളൂ. പക്ഷെ മോഡി അങ്ങനെയല്ല. മോഡി ഇന്ത്യനെ ട്രാൻസ്ഫോം ചെയ്യാനും, അപ്പോൾ നിങ്ങൾ ഇന്ത്യനെ ഫാസിസ്റ്റ് വൽക്കരിക്കുക, ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ്. ആക്കെ വേറെ പൊളിറ്റിക്കലായിട്ട് ഒരു അല്ല. പണ്ടേ ഇന്ത്യയിൽ ഹിന്ദുത്വ പറഞ്ഞ ശക്തമാണ്. കോൺഗ്രസ് ഒരിക്കും പോയി നിങ്ങൾ കേരളത്തിൽ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുമല്ലോ. ഉത്തരേന്ത്യ പോയി നോക്കണം. മോഡി എന്ത് വെച്ചാൽ അത് ഒഫീഷ്യലാക്കിയെന്നേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഒഫീഷ്യലാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഇനിയും ഒഫീഷ്യലാക്കാൻ മതി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പൗരത്വ നിയമം എന്ന് വെച്ചാൽ അത് പുറത്തുള്ള ഹിന്ദുക്കൾക്ക് ഇവിടെ പൗരത്വം കിട്ടാനുള്ള നിയമമാണ്. പക്ഷേ NRC ആസാമിൽ നടപ്പിലാക്കിയത് പോലെ അല്ല നടപ്പിലാക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല. ആസാമിൽ നടപ്പിലാക്കിയ പോലെയാണ് NRC മറ്റു സ്ഥലത്ത് നടപ്പിലാക്കിയ പ്രശ്നമായിരിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രശ്നമാണ്. പക്ഷേ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അങ്ങനെ ചെയ്യും എന്ന് അമിത്ഷാ പറഞ്ഞില്ല, ചെയ്യില്ല എന്നും പറഞ്ഞില്ല. അമിത്ഷാന്റെ സ്വഭാവം ഏതോ. അമിത്ഷാ കുറച്ച് ടൈം ബോംബുകൾ അവിടെ എവിടെയും പറ്റും, ടൈം സെറ്റ് ചെയ്യല. അത് മൂപ്പരുടെ രീതിയാണ്. പൊളിറ്റിക്സ് ഏത് കാലത്ത് പൊട്ടണോ ആ കാലത്ത് അത്രേ ഉള്ളൂ. അപ്പൊ അത് മൂപ്പര് ഇലക്ഷൻ. പക്ഷേ അതൊരു രാഷ്ട്രീയ ഇതിന്റെ പക്ഷെ പൗരത്വ നിയമം അല്ല പ്രശ്നം. അത് NRCയിൽ ആസാമിൽ പ്രത്യേക കോൺടസ്റ്റ് രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ അക്കോർഡ് ഉണ്ട്. അതനുസരിച്ചാണ് NRC നടത്തിയത്. അതുപോലെ ഇവിടെ നടത്തിയ അത് ശരിയാവില്ല. അവിടെയാണ് പ്രശ്നം. അത് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ പൗരത്വ നിയമത്തെ ബന്ധപ്പെട്ട സംഭവിക്കുന്ന ബുദ്ധിയുള്ള വിവരമുള്ളവർക്കും തോന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോയ അങ്ങേയറ്റം ശരിയായ ഫാസിസ്റ്റുകളൊന്നും നടക്കും. ഇവരൊന്നും ഫാസിസ്റ്റുകളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഇന്ത്യയിൽ സംഭവിക്കും.
അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് അങ്ങനെ ഇയാൾ ഡയലോഗ് ആസാമിലെ ഒരു പ്രത്യേക സാഹചര്യം നമ്മള് മോദി ഈ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ നമ്മുടെ ഈ എന്താ പറയണ്ടേ ലെക്സ് ഫ്രിഡ്മാനുമായിട്ടുള്ള പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഈ ട്രംപ് ആദ്യത്തെ തവണ അവിടെ പ്രസിഡന്റായിട്ട് വന്നപ്പോൾ അദ്ദേഹമായിട്ട് ചേർന്നുള്ള ആ പരിപാടികളുണ്ടല്ലോ, അതിനിടയ്ക്ക് ആ സ്റ്റേഡിയത്തിൽ ആൾക്കാരുടെ ഇടയിലേക്ക് കൂടി മൂടി അതിൽ ഇദ്ദേഹം ഞാൻ വിളിച്ചു, ട്രംപ് ഒരു മടിയും കൂടാതെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിയിട്ട് എന്നോടൊപ്പം വന്നു. അദ്ദേഹം വലിയ ധൈര്യം കാണിച്ചു. അതൊക്കെ ഉണ്ടോ? അത് അങ്ങനെ പോപ്പുലിസത്തിന്റെ ആളാണ് അങ്ങേര്. ഈ ബിസിനസ് ശരിക്കും പറഞ്ഞാൽ മോദിയെയും വിൽക്കാൻ ട്രംപ് ശ്രമിക്കും. മോഡിയൊക്കെ ട്രംപ് ചെയ്യും. ട്രംപിനെ വെക്കാൻ മോഡിയും ശ്രമിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയിൽ പോയിട്ട് അവിടെ റിപ്പബ്ലിക്കൻസിന്റെ പരിപാടി പങ്കെടുത്താൽ ഇന്ത്യക്കാർക്ക് റിപ്പബ്ലിക്കൻസിനാണ് ഇന്ത്യക്കാരോട് ദേഷ്യം. അമേരിക്ക ഡെമോക്രാറ്റുകൾ വരുമ്പോൾ നിലപാടുകൾ ഇന്ത്യ വിരുദ്ധായിരിക്കും. പക്ഷെ ഡെമോക്രാറ്റുകൾക്ക് റിപ്പബ്ലിക്കൻസിനെ പോലെ ഒരു വെറുപ്പ് മറ്റു മതങ്ങളോടോ അല്ലെങ്കിൽ മറ്റു നാട്ടുകാർ അത്രയല്ല. എന്നാൽ റിപ്പബ്ലിക്കൻസിന് മറ്റു നോൺ വൈറ്റിനോടൊക്കെ ഒരു വെറുപ്പൊക്കെയാണ്. പക്ഷെ റിപ്പബ്ലിക്കൻസ് വരുമ്പോഴാണ് ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുണ്ടാവുക. അതൊക്കെ അതിൻ്റെ രസം, അമേരിക്കൻ പൊളിറ്റിക്സിന്റെ രസം. കൂടുതലും അവർ വരുമ്പോൾ നമുക്ക് അനുകൂലമായ നിലപാടുണ്ടാകുക. അപ്പോൾ മോഡി അന്നതിൽ പങ്കുപോയതോടുകൂടി ഇന്ത്യൻ ഡയസ്പോറയ്ക്ക് അത് വലിയൊരു ഗുണം ചെയ്തു. അവരുടെ ഒരു മൊബൈൽ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഇടപെടലുണ്ടായത്. അതൊക്കെ നന്നായി. അപ്പം അതല്ലാതെ ട്രംപിന് മോഡിയായിട്ടും കമ്പയർ ചെയ്യണ്ട. മോഡി നമുക്ക് ട്രംപിന് ആരുമായിട്ട് കമ്പയർ ചെയ്യുകയെന്ന് വെച്ചാൽ വേണം മൊറാർജി ദേശായി ആയിട്ട് കമ്പയർ ചെയ്യും. ഒന്നും നടക്കുകയില്ല, വലിയ ഡയലോഗ് അടിക്കുകയും ചെയ്യും. മോഡിയായിട്ടും കമ്പയർ ചെയ്തു, ഇന്ദിരാഗാന്ധിയായിട്ട് പോലും കമ്പയർ ചെയ്തു. അല്ല, ഈ ട്രംപിൻ്റെത് ഒരു തീവ്ര ദേശീയത തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അയാൾ തീവ്ര ദേശീയവാദി ആണോ എന്നുള്ളതാണ് എനിക്കറിയില്ല. ഒരു ഡ്രാമയാണെന്നാണോ? ഇന്നും അമേരിക്കക്ക് ഏറ്റവും വലിയ ശത്രു റഷ്യയാണ്. റഷ്യ അവരായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇയാൾ പോകുന്നത് പിന്നെ ഇയാൾക്ക് അവിടെ ബിസിനസ് താല്പര്യമുണ്ട്. പിന്നെ ഈ പുട്ടിൻ്റെ കയ്യിൽ ഇയാളെ പോയ സാധനങ്ങളുണ്ട്. പുട്ടിൻ തന്നെയാണ് ഇയാൾ ആദ്യം പ്രസിഡന്റാകാൻ സഹായിച്ചതെന്നൊക്കെ. അന്ന് മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞ ഒരു റഷ്യൻ്റെ അടുത്തുള്ള രാജ്യമുണ്ട്. അവിടുന്ന് ഓരോരോ വീടുകൾ ഈ പറയുന്ന യൂട്യൂബ് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഫാക്ടറികളായിരുന്നു. ട്രംപിന് ഇല്ലാത്ത സാധനം പറഞ്ഞുണ്ടാക്കലായിരുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന പോസ്റ്റ് ട്രൂത്ത് എന്നുള്ള വാക്ക് പ്രചാരം നേടിയത്, സത്യാനന്തര കാലം. അപ്പോൾ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ബട്ട് ട്രംപ് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുക, അതിന് കൺസിസ്റ്റൻ്റ് അല്ല. അയാളുടെ ബിസിനസ്സാണ് പ്രധാനം. പിന്നെ ഈ അടുത്ത തവണ അയാൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റും, 2 തവണ അല്ലേ അവിടെ പറ്റുള്ളൂ. അതുകൊണ്ട് മൂപ്പര് ആ ഹൈപ്പിൽ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. പിന്നെ ആകപ്പാട് പക്ഷേ ഉണ്ടാകാൻ സാധിക്കും. ചിലപ്പോൾ അയാൾ പലസ്തീൻ പ്രശ്നം ചിലപ്പോൾ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. അല്ല, ഈ കച്ചവടങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധവും സംഘർഷവും. അയാളുടെ കച്ചവടം റിയൽ എസ്റ്റേറ്റ് ആണ്. യുദ്ധവും സംഘർഷം ഉണ്ടാകേണ്ടത് ആയുധ കമ്പനികളുടെ ആവശ്യമാണ്. ട്രംപ് റിയൽ എസ്റ്റേറ്റ് ആണ്. അങ്ങനെ എത്ര കച്ചവടം നടക്കുന്ന സമാധാനം വേണം. പിന്നെ മൂപ്പർക്ക് നോബൽ സമ്മാനം വേണം. ട്രംപിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര ശരിയൊന്നുമല്ല. അപ്പം നോബൽ സമ്മാനം കിട്ടി ചരിത്രത്തെ ഇടം പിടിക്കുക എന്നുള്ളതാണ് മുമ്പ് ലക്ഷ്യം. പലസ്തീൻ വിഷയം ചിലപ്പോൾ പരിഹരിച്ചു. പക്ഷെ മോദി ഇപ്പോഴും പറയുന്നത് യുക്രൈനോടും റഷ്യയോടും ഒരുപോലെ പറയുന്നത്, പുടിനോട് നേരിട്ട് അദ്ദേഹം പറഞ്ഞു ഈ ഭാവി യുദ്ധത്തിൻ്റെതല്ല, ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, ഒരു വളരെ സമാധാനത്തിൻ്റെ മാർഗമാണ്. യൂട്യൂബിൽ പങ്കെടുക്കുന്ന RSS അനുയായികളോട് അദ്ദേഹം പറയുന്നത് നല്ലതാണ്. മോഡി ചൈനയെ അടിക്കൂ, പാകിസ്ഥാൻ അടിക്കൂ എന്ന് പറയുന്നുണ്ടല്ലോ. മോഡിക്ക് അറിയാം. അതുകൊണ്ടാണ് മോഡി അന്നേരം യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ. ഒന്നും ഇങ്ങോട്ട് കൊടുത്തതിന് തിരിച്ചൊന്നും അടി ഉണ്ടായിട്ടില്ല. വളരെ പ്രഖ്യാപിത, വളരെ പണ്ട് തൊട്ടേ ഉള്ള നമ്മുടെ നിലപാട്. അതിൽ വലിയ അടി ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ വന്നിരുന്നു. പക്ഷെ മോഡി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇതിന്റെ കൂടെ യൂട്യൂബിൽ എന്ന കുറെ ആളുകൾക്ക് ഇത് അറിയില്ല. അതിനെയും കൂടി സോഷ്യൽ മീഡിയയിലെ സിംഹങ്ങൾ. അതെ, അവരോട് മോഡി പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല. അല്ല, ഇവരെ കണ്ടിട്ടാണ് അടുത്ത ജെൻസി ഹിന്ദുത്വ പിള്ളേർ വളരുക. അവർക്ക് ബോധവും വിവരം ഉണ്ടാവില്ല. ആ പിള്ളേർ എന്തും ചെയ്യും അവരുടെ ഒരു ആദർശത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുകൂടി മോഡി പറയുന്നത് നല്ലതായിരുന്നു. അത് ഞാൻ മോഡി RSS മാത്രമല്ല പറയുന്നത്, അത് CPM-ൻ്റെതാണെങ്കിലും ലീഗിൻ്റെതാണെങ്കിലും SDPI-ൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഈ ന്യൂ മീഡിയയിലെ പിള്ളേർക്ക് ബോധം പറയുന്ന വരും തലമുറയെ പ്രകോപിപ്പിച്ച്. അതെ. എനിക്ക് ഞാൻ പൊതുവെ RSS-നെ വലിയ കുറ്റം പറയാറില്ല. പക്ഷെ എന്തെങ്കിലും പോരായ്മകളുണ്ടായി ചൂണ്ടിക്കാണിക്കാറുണ്ട്. അത് നമ്മളെ കമൻറ്റ് ഒരുത്തം കമൻറ്റ് ഇട്ടാണ്, ഈ അവൻ കുറേ കാലം RSS-നെ കുറ്റം പറഞ്ഞു, ഇത് TGയുടെ ശ്രദ്ധയിൽ വരും. TG എന്താ മൂക്കിൽ വരിക്കും. TG ഞാൻ എത്ര ഡിബേറ്റിൽ ഇരുന്നാണ് അതേ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർക്ക് പ്രശ്നമല്ല. അവർ ഈ പുതിയ തലമുറ ഇത് കണ്ട് വളരുമ്പോൾ പ്രശ്നമാണ്. അവർ ചിലപ്പോൾ നാദുവ വിനായക് ഗോഡ്സെ ആയിപ്പോകും. ഇങ്ങനെയാണ് ഇത്. ഗോഡ്സെ എങ്ങനെയായിരുന്നു? സവാക്കറിനെ കണ്ടാണ് പഠിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർജിയും ഗുരുജിയും അത്ര പോരാ. അതുകൊണ്ട് മൂപ്പര് പോയി. ഇതിൻ്റെ അവസാനം മൊത്തം നാണക്കേട് ഉണ്ടാക്കി വെച്ചില്ലേ. അതാണ് പ്രശ്നം. അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ എലിമെൻറ്റ്സ് ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.